സോ ബോണ്ട് ഓർഡർ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ പഠിച്ചിട്ടുള്ളത്. ആ ബോണ്ട് ഓർഡർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. വാട്ട് ഈസ് ബോണ്ട് ഓർഡർ? ഓക്കെ, ബോണ്ട് ഓർഡർ ഈക്വൽ ടു, ബോണ്ട് ഓർഡർ കാണാനുള്ള ഇക്വേഷനാണ് ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ. അത് ബോണ്ട് ഓർഡർ ഈസ് ദ ഹാഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ ആൻഡ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ. Bond order is defined as half the difference between number of bonding electron and number of anti-bonding electron. So bond order is equal to half into Nb minus Na. ഓക്കെ, അപ്പം നമുക്ക് ചില മോളിക്യൂളുകളുടെ ബോണ്ട് ഓർഡറുകൾ എങ്ങനെ കാണാം എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ചെറിയൊരു മോളിക്യൂളാണ് H2. ഒന്നാമത്തെ കേസ് H2. H2 എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും വരിക? H2 എന്ന് പറയുമ്പോൾ ഓൺലി 2 ഇലക്ട്രോൺസ്. അപ്പോൾ H2 നമ്പർ ഓഫ് ഇലക്ട്രോൺ 2 നമ്മളിങ്ങനെ കാണിക്കാം. നമ്പർ ഓഫ് ഇലക്ട്രോൺ 2, 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ അത് ലൈറ്റർ മോളിക്യൂളിലാണ് വരിക. കോൺഫിഗറേഷൻ കൊടുത്തു നോക്ക്. സിഗ്മ 1s2, ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണാണ് കൊടുക്കുക. സോ സിഗ്മ 1s2. അപ്പം ഇനി ബോണ്ട് ഓർഡർ കാണുക. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൻ ബി. സിഗ്മ 1s2 എന്ന് മാത്രം കൊടുത്താൽ മതി, ബാക്കിയുള്ളടത്തൊന്നും ഇലക്ട്രോൺ ഇല്ല. അപ്പം നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ എത്രയാണ്? 2 മൈനസ് എൻ എ, നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ. സ്റ്റാറുള്ള ഭാഗത്തുണ്ടോ? ഇല്ല. അപ്പോൾ 0. ഹാഫ് ഇൻറ്റു 2 1, ഹാഫ് ഇൻറ്റു 2 1. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട്. ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് എന്താണ്? സിംഗിൾ ബോണ്ട്. സോ H2ൻ്റെ കേസിൽ ബോണ്ട് ഓർഡർ ഈസ് 1. ഇനി നമ്മൾ ഇതിന്ന് മനസ്സിലാക്കുന്ന വേറൊരു കേസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ ആകെ 2 ഇലക്ട്രോൺ ആണ് കൊടുത്തത്. അത് രണ്ടും പെയർഡ് ആയിട്ടാണ് നിൽക്കുക, ഒറ്റ ഓർബിറ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ പെയർഡാണ്. കൊടുക്കുന്ന ഇലക്ട്രോണൊക്കെ പെയർഡ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക ദാറ്റ് കോമ്പൗണ്ട് ഈസ് ഡയാമാഗ്നറ്റിക്. ഏത് സ്വഭാവം കാണിക്കുക? ഡയാമാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കുന്നതാണ്. അപ്പോൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് ആര്? H2 എന്നുള്ള മോളിക്യൂൾ ഡയാമാഗ്നറ്റിക് ആണ്. ഇലക്ട്രോൺസ് ഒക്കെ പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്. എവിടെയെങ്കിലും അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ, അൺപെയർഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. അൺപെയർഡ് ഇലക്ട്രോൺ വന്നാൽ പാരാമാഗ്നറ്റിക്, ഇലക്ട്രോൺസ് ഒക്കെ പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്. ഓക്കെ, അപ്പോൾ H2 നമ്മൾ നോക്കി. ഇനി അടുത്തൊരു കേസ് നോക്കാം. അടുത്തൊരു കേസാണ് H2+. ഓക്കെ, H2 എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ട്. H2+ എന്ന് പറയുമ്പോഴോ 1 ഇലക്ട്രോൺ പോയി, അപ്പോൾ ബാക്കി 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ എന്താ വരിക? സിഗ്മ 1s1. അപ്പോൾ ബോണ്ട് ഓർഡർ എത്ര വരും? ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺ എത്രയാണ്? 1. ബോണ്ടിങ് ഇലക്ട്രോൺ ഈസ് 1. ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ സ്റ്റാറിലുണ്ടോ? ഇല്ല. അപ്പോൾ ഹാഫ് ഇൻറ്റു 1 മൈനസ് 0. അപ്പോൾ എത്ര വന്നു? 1/2. H2+ൻ്റെ ബോണ്ട് ഓർഡർ ഈസ് 1/2. ഇത് ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ? ഇലക്ട്രോൺ ഒറ്റക്കാണ് നിൽക്കുക, ഒന്ന് അൺപെയർഡ് ആണ്. സോ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. അൺപെയർഡ് ഇലക്ട്രോൺ, സോ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഹീലിയം. അതിൻ്റെ മോളിക്യൂൾ He2. എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ 2 ഇലക്ട്രോൺ. 2 ഹീലിയം കൂടി ചേർന്നാണ് He2. അപ്പോൾ 4 ഇലക്ട്രോൺ ഉണ്ടാവും. 4 ഇലക്ട്രോൺ ആകുമ്പോൾ എങ്ങനെ കോൺഫിഗറേഷൻ എഴുതാം? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2.
സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2. അപ്പോൾ നമ്മൾ ബോണ്ട് ഓർഡർ കാണാം. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ. ബോണ്ടിങ് ഇലക്ട്രോൺ എത്രണ്ണ? 2. സ്റ്റാർ ഉള്ളത് ആൻറ്റി ബോണ്ടിങ്ങിലാണ്, അപ്പോൾ അതിലും 2. നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ 2 മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ ഈസ് ആൾസോ 2. 2 മൈനസ് 2 0. അപ്പോൾ He2ൻ്റെ കേസിൽ ബോണ്ട് ഓർഡർ എത്രയാണ് വരുന്നത്? 0. ബോണ്ട് ഓർഡർ 0 ആകുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? അങ്ങനത്തെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യണില്ല. ദിസ് മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. എന്തുകൊണ്ടാണ്? ഹീലിയം നോബിൾ ഗ്യാസ് ആണ്, അപ്പോൾ അത് കൂടിച്ചേരൂല. അപ്പോൾ He2 ബോണ്ട് ഓർഡർ ഈസ് 0. ഓക്കെ, നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോവാം. N2 എന്നുള്ള മോളിക്യൂള് നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്, അപ്പോൾ 7 ഇലക്ട്രോൺ. 2 നൈട്രജൻ ഉണ്ട്, അപ്പോൾ 14 ഇലക്ട്രോൺ. കോൺഫിഗറേഷനിൽ കൊടുത്തു നോക്ക്. 2 സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 പൈ 2p x2 ഈക്വൽ ടു പൈ 2p y2. അപ്പോൾ എത്രയായി? 2 4 6 8 10 12 സിഗ്മ 2p z2 14 ഇലക്ട്രോൺ ആയി. അപ്പോൾ ബോണ്ട് ഓർഡർ എങ്ങനെ കാണാം? ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ എത്രയാണ് വരിക? 2 4 6 8 10. 10 ഇലക്ട്രോൺ ബോണ്ടിങ്ങിലുണ്ടായിരിക്കും. 10 ഇലക്ട്രോൺ. മൈനസ് ആൻറ്റി ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺ എത്രയാ? 2 + 2. സ്റ്റാർ ഉള്ളത് മാത്രം എടുക്കാൻ പാടുള്ളൂ. അത് 2 + 2 4. 10 - 4 6. 6/2 3. അപ്പോൾ നൈട്രജൻ്റെ കേസിൽ ബോണ്ട് ഓർഡർ എത്രയാണ്? 3. നൈട്രജനിലെ ബോണ്ട് ഓർഡർ 3. ദാറ്റ് ഈസ് N ട്രിപ്പിൾ ബോണ്ട് N. ബോണ്ട് ഓർഡർ ഈസ് 3. നമുക്ക് അടുത്തൊരു കേസ് എടുക്കാം. O2. O2 എന്ന് പറയുമ്പോൾ ഓക്സിജൻ അറ്റോമിക് നമ്പർ 8, നമ്പർ ഓഫ് ഇലക്ട്രോൺ 8. O2 എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ ഉണ്ട്, സോ ഇലക്ട്രോണുകളുടെ എണ്ണം 16 ആണ്. അപ്പോൾ ഹെവിയർ മോളിക്യൂളിൻ്റെ കേസിലാണ് വരിക 16. അപ്പോൾ നമുക്കിവിടെ കൊടുത്തു നോക്കാം. 16 ഇലക്ട്രോൺ നമ്മൾ കോൺഫിഗറേഷനിൽ കൊടുക്കുകയാണ്. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 പിന്നെ സിഗ്മ 2p z2. അപ്പോൾ 2 4 6 8 10. പൈ 2p x2 ഈക്വൽ ടു പൈ 2p y2 12 14. 2 ഇലക്ട്രോണും കൂടെ ബാക്കിയുണ്ട്. പൈ സ്റ്റാർ 2p x ഈക്വൽ ടു പൈ സ്റ്റാർ 2p y ആണ് അടുത്ത ഓർബിറ്റൽ. ഈക്വൽ ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാൾക്കും സെയിം എനർജിയാണ്. അപ്പോൾ ഇലക്ട്രോണെ കൊടുക്കുമ്പോൾ ആകെ 2 ഇലക്ട്രോൺ ആണെങ്കിൽ രണ്ടാൾക്കും ഓരോന്ന് വീതം കൊടുക്കണം. 4 ഇലക്ട്രോൺ ഉണ്ടെങ്കിലോ രണ്ടാൾക്കും 2 വീതം കൊടുക്കാം. 3 ആണെങ്കിലോ ആദ്യത്തെ ആൾക്ക് 2, രണ്ടാമത്തെ ആൾക്ക് 1, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 2 ഇലക്ട്രോൺ ബാക്കിയുണ്ട്, സോ 1 1 അങ്ങനെ കൊടുത്തു. അപ്പോൾ നമുക്ക് ബോണ്ട് ഓർഡർ കാണാം. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ. ബോണ്ടിങ് ഇലക്ട്രോൺ 2 4 6 8 10 മൈനസ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ സ്റ്റാറുള്ള ഭാഗത്ത് 2 2 4 5 6 or 10 - 6 4 4/2 2. സോ ബോണ്ട് ഓർഡർ ഈസ് 2. നമുക്കറിയാം ഓക്സിജൻ ബോണ്ട് എത്രയാണ്? ഡബിൾ ബോണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ബോണ്ട് ഓർഡർ ഈസ് 2. അപ്പം ഇവിടെ നോക്ക്, ഇത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ? ഇവിടെ ഇലക്ട്രോൺസ് അൺപെയർഡായിട്ട് നിൽക്കുന്നുണ്ട്, ഒറ്റക്ക് നിൽക്കുന്നുണ്ട്, അൺപെയർഡായിട്ട് നിൽക്കുന്നുണ്ട്. സോ ദിസ് മോളിക്യൂൾ ഈസ് പാരാമാഗ്നറ്റിക്. അൺപെയർഡായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? പാരാമാഗ്നറ്റിക്. അൺപെയർഡായിട്ട് നിൽക്കുന്നത് കൊണ്ട്
ദാറ്റ് മോളിക്യൂൾ ഈസ് പാരാമാഗ്നറ്റിക്. ഓക്കെ, അപ്പോൾ ഇതേ രൂപത്തിൽ നമ്മൾ ബാക്കിയുള്ള എക്സാമ്പിളുകളും നമുക്ക് ചെയ്യണം. ഞാൻ ചില വർക്കുകൾ നിങ്ങൾക്ക് തരാം. F2 Ne2 ഫ്ലോറിൻ അറ്റോമിക് നമ്പർ 9 ആണ്. അപ്പോൾ F2ലെ ഇലക്ട്രോൺ 18, Ne2ലെ ഇലക്ട്രോൺ 20. അത് രണ്ടും നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്യണം. അതിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയർ ഏതാണെന്നും പറയണം. ഇനി ഇപ്പം നമ്മൾ O2 കണ്ടു. ചിലപ്പോൾ എക്സാമിന് O2+ എന്ന് ചോദിക്കാം. നമ്മൾ എന്ത് ചെയ്യും? O2+ എന്ന് ചോദിച്ചാൽ എന്താ സംഭവിക്കുക? O2 16 ഇലക്ട്രോൺ ആണ്. അപ്പോൾ O2+ ആകുമ്പോഴോ ഒരു ഇലക്ട്രോൺ പോയിട്ടുണ്ടാകും. അപ്പോൾ 15 ആയിട്ട് മാറും. 15 ആയിട്ട് മാറും. 15 ഇലക്ട്രോൺ. 15 ഇലക്ട്രോൺ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കോൺഫിഗറേഷൻ വരിക? അതിൻ്റെ ബേസിക് ലെവലിൽ നമ്മൾ ഹെവിയർ മോളിക്കുലാർ കോൺഫിഗറേഷനിലാണ് കൊടുത്തത്. അപ്പോൾ അവിടെ തന്നെ കൊടുക്കണം. 15 ആകുമ്പോൾ 2 + 2 4 6 8 10 12 14 15 ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് മിസ്സായി. അപ്പോൾ ബോണ്ട് ഓർഡർ എത്ര വരിക? ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺ 2 + 2 4 6 8 10 ഇലക്ട്രോൺ മൈനസ് ആൻറ്റി ബോണ്ടിങ്ങിലോ സ്റ്റാർ ഉള്ളത് 2 + 2 4 4 + 1 5. സോ 10 - 5 5 5/2 2.5 5/2 എന്താണ്? 2.5. അപ്പോൾ O2+ൻ്റെ ബോണ്ട് ഓർഡർ എത്രയാണ്? 2.5. O2ൻ്റെത് 2. അപ്പോൾ ഇനി O2- നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കാണാം. O2-. O2+ ആയപ്പോഴും നമുക്ക് കിട്ടുന്നത് ഇത് പാരാമാഗ്നറ്റിക് എന്ന് തന്നെയാണ് കിട്ടുക. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് അൺപെയർഡ് ഇലക്ട്രോൺ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. ഇനി O2- ഉണ്ട്. O2- എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ ആവും? O2 16 ഇലക്ട്രോൺ മൈനസ് ചാർജ് കിട്ടുക. ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ O2- എന്ന് പറയുമ്പോൾ 17 ഇലക്ട്രോൺ ഉണ്ടാവും. 17 ഇലക്ട്രോൺ ആകുമ്പോൾ ഇവിടെ ചെറിയ വ്യത്യാസം വരും. ഇവിടെ 2 ഇവിടെ 1 അങ്ങനെയാണ് വരും. അപ്പോൾ ബോണ്ട് ഓർഡർ കാണുമ്പോൾ നമുക്ക് 1.5 എന്നുള്ള ബോണ്ട് ഓർഡറാണ് കിട്ടുക. അതും പാരാമാഗ്നറ്റിക് സ്വഭാവം തന്നെയാണ് കാണിക്കുക. ഇത്രയാണ് നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയും അതുമായി ബന്ധപ്പെട്ട് ബോണ്ട് ഓർഡറും മനസ്സിലാക്കാനുള്ളത്. അവിടെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ. ഇപ്പോൾ NB നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ, സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോൺ, Na സ്റ്റാറുള്ള ഇലക്ട്രോൺ. NB ഗ്രേറ്റർ ദാൻ Na ആണെങ്കിൽ, NB ഗ്രേറ്റർ ദാൻ Na, നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ ആണെങ്കിൽ ദാറ്റ് കോമ്പൗണ്ട് ഈസ് സ്റ്റേബിൾ. ഓക്കെ, NB ഗ്രേറ്റർ ദാൻ Na. അപ്പം ആ മോളിക്യൂൾ എന്താണ്? സ്റ്റേബിൾ ആണ്. NB ലെസ് ദാൻ Na ആണെങ്കിൽ കോമ്പൗണ്ട് അൺസ്റ്റേബിൾ. മോളിക്യൂൾ ഈസ് അൺസ്റ്റേബിൾ. NB ഈക്വൽ ടു Na എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ 0 എന്നുള്ള ബോണ്ട് ഓർഡർ ആണ് വരിക. അപ്പോഴും ആ കോമ്പൗണ്ട് എന്താണ്? അൺസ്റ്റേബിൾ. പിന്നെ നമുക്കറിയേണ്ടത് മാഗ്നറ്റിക് ബിഹേവിയർ ആണ്. എല്ലാ ഇലക്ട്രോണും പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്, ഏതെങ്കിലും അൺപെയർഡ് ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക്. ഇത്രയാണ് നമുക്ക് ബോണ്ട് ഓർഡറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ കോൺഫിഗറേഷൻ നന്നായിട്ട് നോക്കണം. പിന്നെ അവിടുന്ന് എനർജി ലെവൽ ഡയഗ്രാം എക്സാമിന് ചോദിക്കാം. എനർജി ലെവൽ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഡർ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. O2ൻ്റെ കേസാണ് സാധാരണ ചോദിക്കുക. O2 ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ σ1s ഓർബിറ്റിൽ വരക്കും. ഒരു ഓർബിറ്റിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 2 ഇലക്ട്രോൺ അതിൽ കാണിക്കും. പിന്നെ σ*1s ഉണ്ടാവും. അതതിൻ്റെ തൊട്ട് മേലെ വരക്കും. പിന്നെ σ2s അതിൻ്റെ മേലെ, σ*2s അതിൻ്റെ മേലെ. ആ ലെവലിൽ ഇങ്ങനെ ബോക്സ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഡയഗ്രാമാണ് എനർജി ലെവൽ ഡയഗ്രാം. അത് നിങ്ങൾ ബുക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് കിട്ടും. വളരെ സിമ്പിളാണ്. ഈ ഓർഡർ അറിയാമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ബോക്സ് ആയിട്ട് വരയ്ക്കുന്നതിന് എനർജി ലെവൽ ഡയഗ്രാം എന്ന് പറയും. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്നുള്ള ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.
Okay. Our next topic is hydrogen bonding. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കൊവാലൻ്റ് ബോണ്ടിങ്ങിലാണ് ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുക. അപ്പോൾ ഹൈഡ്രജനും മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റുകളായ ഫ്ലോറിൻ, നൈട്രജൻ, ഓക്സിജൻ ഇവരുമായിട്ടുണ്ടാക്കുന്ന ബോണ്ടിനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കുക. എ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ hydrogen atom and one of the most electronegative elements like fluorine, nitrogen, oxygen. അതൊരു ഭാഗത്ത് ഹൈഡ്രജൻ ഉണ്ടാവും, മറ്റൊരു ഭാഗത്ത് ആരായിരിക്കണം? ഫ്ലോറിൻ, നൈട്രജൻ, ഓക്സിജൻ ഇവരിലേതെങ്കിലും ഒന്നാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബോണ്ടിനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നാണ് വിളിക്കുക. അതായത് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ എ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്സ് ലൈക്ക് ഫ്ലോറിൻ, നൈട്രജൻ, ഓക്സിജൻ. ഇതാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് അതായത് ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോമ്പൗണ്ടാണ് HF, ഹൈഡ്രജൻ ഫ്ലോറൈഡ്. അടുത്തൊരു HF, അടുത്തൊരു HF. ഈ മോളിക്യൂൾ ഇങ്ങനെ അഗ്രഗേറ്റ് ചെയ്ത് ഒന്നിച്ച് നിൽക്കുക. ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇവിടെ ചെറിയ ഒരു ബോണ്ട്. ഈ ബോണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രജൻ ആറ്റം ഈ മോളിക്യൂളിൻ്റെതാണ്, ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റായ ഫ്ലോറിൻ ആറ്റം ഈ മോളിക്യൂളിൻ്റെതാണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റും വ്യത്യസ്ത മോളിക്യൂളുകളുടേതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അത് ഹൈഡ്രജൻ ആറ്റം ഓഫ് വൺ മോളിക്യൂൾ, ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഓഫ് അനദർ മോളിക്യൂൾ. അപ്പോൾ വിളിക്കുന്ന പേരെന്താണ്? ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതിന് എക്സാമ്പിളാണ് HF, അതേപോലെ തന്നെ H2O. നമുക്ക് ഈ ബോണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഹൈഡ്രജൻ ആറ്റം ഓഫ് ദിസ് H2O മോളിക്യൂൾ, ഓക്സിജൻ ആറ്റം ഓഫ് അനദർ H2O മോളിക്യൂൾ. ഇങ്ങനെ വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ NH3. നോക്ക്, ഹൈഡ്രജൻ ഓഫ് ദിസ് NH3, നൈട്രജൻ ഓഫ് ദിസ് NH3. അപ്പോൾ ഹൈഡ്രജനും ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റും വ്യത്യസ്ത മോളിക്യൂളാണെങ്കിൽ നമുക്ക് അവരെന്തെന്ന് വിളിക്കാം? ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കാം. ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് വരുന്നത് മോളിക്യൂളുകൾ തമ്മിൽ അഗ്രഗേറ്റ് ചെയ്ത് നിൽക്കും, വളരെ അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യും. അങ്ങനെ അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുമ്പോൾ അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്കൊക്കെ വരാം. ഇപ്പോൾ H2O ലിക്വിഡാണ്. അതേ രൂപത്തിൽ വരുന്ന ഓക്സിജൻ്റെ തൊട്ടടുത്ത എലമെൻ്റാണ് H2S, സൾഫർ. അപ്പോൾ H2S ഹൈഡ്രജൻ സൾഫൈഡ് എടുക്കുകയാണെങ്കിലോ ഗ്യാസ് സ്റ്റേറ്റിലാണ് കാണുന്നത്. നമുക്ക് നോക്കാം. H2O ലിക്വിഡ്, H2S ഗ്യാസ്. എന്തുകൊണ്ട്? കാരണം H2Oയിൽ ഏത് ബോണ്ടുണ്ട്? ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടി ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നു. H2Sൽ എന്തില്ല? ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട് ഇല്ല. അതുകൊണ്ട് അത് ഗ്യാസ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നു. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ അടുത്തൊരു കോൺസിക്വൻസ് ആണ് ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും വളരെ കൂടുതലായിരിക്കും. ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും കൂടുക. അതേപോലെ തന്നെ സോലുബിലിറ്റി കൂടുക. കാരണം വാട്ടർ മോളിക്യൂള് ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ അതേപോലത്തെ മറ്റു കോമ്പൗണ്ടുകൾ അവരെന്ത് ചെയ്യും? വാട്ടറിലെ സോലുബിലിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇൻ്റർമോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ കോൺസിക്വൻസ് ആണ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്,
അതേപോലെ തന്നെ സോലുബിലിറ്റി, പിന്നെ മോളിക്യൂളുകൾ അടുത്തടുത്തേക്ക് സ്ഥിതി ചെയ്യുക, അല്ലെ, ഡൈമറായിട്ടും ട്രൈമറായിട്ടും ഒക്കെ നിൽക്കുക. ഇതൊക്കെ ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ കോൺസിക്വൻസാണ്. ദെൻ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റും ബോത്ത് ആർ എക്സിസ്റ്റ് ഇൻ ദ സെയിം മോളിക്യൂൾ. ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ആർ എക്സിസ്റ്റ് ഇൻ ദ സെയിം മോളിക്യൂൾ. ഒരേ മോളിക്യൂൾ തന്നെ ആണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കാം. കൂടുതലായിട്ട് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുക ആരോമാറ്റിക് കോമ്പൗണ്ട്, ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. സപ്പോസ് നമുക്കൊരു കോമ്പൗണ്ട് എടുക്കാം. ഓർത്തോനൈട്രോഫിനോൾ. ഫിനോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ബെൻസീൻ റിങ്ങിൽ OH എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ ഫിനോൾ എന്ന് വിളിക്കുക. ബെൻസീൻ റിങ്ങിലേക്ക് OH വരുമ്പോൾ അതിനെ പറഞ്ഞ പേരാണെന്ത്? ഫിനോൾ. ഓർത്തോ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1-2 പൊസിഷനാണ്. ഇത് 1, അപ്പോൾ ഇത് 2. ഇവിടെ നമ്മളൊരു നൈട്രോ ഗ്രൂപ്പിനെ കൊണ്ടുവരാം, NO2, അതാണ് നൈട്രോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും ഈ നൈട്രജനും ഒക്കെ ഉള്ള ഒറ്റ മോളിക്യൂളിൻ്റെ ഉള്ളിലാണ്. ഓർത്തോ നൈട്രോഫിനോൾ എന്നുള്ള ഒറ്റ കോമ്പൗണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും തമ്മിലൊരു ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് വിളിക്കാം? ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. കാരണം ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റായ ഓക്സിജൻ ആറ്റവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് സെയിം മോളിക്യൂളിലാണ്. സോ ഇറ്റ് ഈസ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ കോൺസിക്വൻസ് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഒക്കെ കുറയാണ് ചെയ്യുക. ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ലോവേഴ്സ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ദ മോളിക്യൂൾ. മോളിക്യൂളുടെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കുറയുക എന്നുള്ളതാണ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് കൊണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ പലപ്പോഴും എക്സാമിന് ചോദിക്കലുണ്ട് ഓർത്തോനൈട്രോഫിനോൾ ഓർ പാരാനൈട്രോഫിനോൾ. പാരാനൈട്രോഫിനോൾ വിച്ച് ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ആർക്കായിരിക്കും വരിക? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പാരാനൈട്രോഫിനോൾ എന്ന് വരക്കാം. ഫിനോൾ പാര എന്ന് പറയുമ്പോൾ 1-4 പൊസിഷനിലാണ് വരിക. 1, 2, 3, 4. അപ്പോൾ ഇവിടെ നമ്മളൊരു NO2 കൊടുക്കുകയാണ്, NO2. ഒരിക്കലും ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും തമ്മിൽ എന്തുണ്ടാക്കില്ല? ബോണ്ട് ഉണ്ടാക്കില്ല. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഇല്ല. ഇവിടെ ആണെങ്കിലോ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണ് ഉള്ളത്. ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്ത് ചെയ്യും? ദാറ്റ് ലോവേഴ്സ് ഓർ റെഡ്യൂസസ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. അപ്പോൾ ആർക്കാണ് ഹൈ ബോയിലിംഗ് പോയിൻ്റ് ഉണ്ടായിരിക്കുക? പാരാനൈട്രോഫിനോൾ. ബിക്കോസ് ഇൻ ഓർത്തോനൈട്രോഫിനോൾ intramolecular hydrogen bonding is present, which reduces the melting and boiling point of the molecule. അപ്പോൾ ഇത്രയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് വൺ ഓഫ് ദ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ലൈക്ക് ഫ്ലോറിൻ, നൈട്രജൻ ആൻഡ് ഓക്സിജൻ. രണ്ട് ടൈപ്പാണ്, ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും. ഇൻ്റർമോളിക്കുലാർ എന്ന് പറയുമ്പോൾ hydrogen atom of one molecule bonded with electronegative element of another molecule. എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസ്? that increases melting and boiling point, solubility, and it causes for aggregation, that is dimer, polymer, etc. Then second one is intramolecular hydrogen bonding. Second type ആണ് intramolecular hydrogen bonding. അത് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ബോത്ത് ആർ എക്സിസ്റ്റ് ഇൻ ദ സെയിം മോളിക്യൂൾ. അപ്പോൾ അവർ തമ്മിലുണ്ടാക്കുന്ന ബോണ്ടാണ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതിൻ്റെ കോൺസിക്വൻസ് ദാറ്റ് ലോവേഴ്സ്
melting and boiling point of the molecule. Orthonitrophenol show intramolecular hydrogen bonding, so it has low melting point. നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരും, which has high boiling point, orthonitrophenol or paranitrophenol? Which one? Paranitrophenol, because in orthonitrophenol intramolecular hydrogen bonding is present.